ഹലോ. ഇതെന്താ ചെയ്യണത്? കോഴി റബ്ബർ സ്റ്റേറ്റിലുണ്ടോ? ഏത് ഒന്നുകൂടി കളിച്ചു നോക്കണം. ഞാൻ കോഴിക്കാരാണ്. ഇവനെന്തേ പറയുന്നത്? ഇംഗ്ലീഷ് ഭാഷ വരൂ. പാട്ടും ഡാൻസും തുടങ്ങി. മുദ്ര ഡാൻസ് കാണുന്നുണ്ട്. എനിക്ക് ഡാൻസ് വേണ്ട. ഓണമേ ഞാൻ ഇപ്പോഴും ഡാൻസ് എഴുന്നേക്കും. മുദ്ര പതുക്കെ. മുദ്ര മുദ്ര സ്റ്റഡി സ്റ്റഡി. എന്നെ മുത്ത വേഗം വാ, അകത്തുണ്ടി കിടത്താം. പതുക്കെ. മറ്റു പെണ്ണുങ്ങളെ തുടരുത്. മനസ്സിൽ പോലും മറ്റു പെണ്ണുങ്ങളെ കുറിച്ച് ചീത്തയായി വിചാരിക്കരുത്. എങ്കിൽ അതിന്റെ ദോഷം കമലത്തിനും അവളുടെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിനുമായിരിക്കും. എന്നാലും അവൻ സാഹിബിന്റെ ബെഡ്റൂമിൽ കയറി ചെന്ന് മദാമെ പിടിച്ചല്ലോ. ഭയങ്കര ധൈര്യം തന്നെ. ഞാൻ ഇനി എങ്ങനെ ആളുകളുടെ മുഖത്ത് നോക്കും? നീ കഴിയാവേ സാഹിബേ, മുത്തിന് വെറുതെ വിടരുത്. ഞാൻ ഇപ്പൊ തന്നെ പോലീസിനെ കാണാം. എന്നിട്ട് എന്നെ കൂടെ കോടതി കയറ്റാനോ? ശരിയാണ്. കോടതി ചെന്ന എവിടെയൊക്കെ പിടിച്ച്, എങ്ങനെയൊക്കെ പിടിച്ച്, എത്ര നേരം പിടിച്ച്, അപ്പൊ നിങ്ങൾ നിൽക്കുകയായിരുന്നു, ഇരിക്കുകയായിരുന്നു, കിടക്കുകയായിരുന്നു എന്നിങ്ങനെ 100 കൂട്ടം ചോദ്യങ്ങളാ. അത് ശരിയാണല്ലോ. നിങ്ങൾക്ക് ലജ്ജയില്ല മനുഷ്യ? അവനെ തല്ലിച്ചെടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ലേ? കഴിയില്ലെങ്കിൽ പറ, ഞാൻ ചെയ്യിക്കാം. അത് നമുക്ക് നന്നായിട്ട് കേൾപ്പിക്കാം. അവനാണെങ്കിൽ തല്ലും ചെയ്യും, ഒരുപാട് തല്ല് വാങ്ങിച്ചിട്ടുണ്ട്. അതിനൊന്നും ഒരു നാമില്ലാത്തവനാണ്. ആ മുത്തനെ തല്ലി അവന്റെ കയ്യും കാലും പിടിച്ചേക്കണം. ഇനി മുമ്പനെ കയറി. ശരിയാണ്, അവന്റെ വീട് നിരപ്പാക്കി കളയാം. എന്റെ കൈ കൊണ്ട് അവനെ കൊല്ലണ്ടല്ലോ എന്ന് കരുതിയാണ് ഞാൻ നിങ്ങളൊക്കെ വിളിച്ചുകൊണ്ടുവന്നത് കേട്ടോ. ഇതിലായിട്ടൊന്നല്ല, ഇവൻ പുല്ലാണ്.
അവന്റെ പേര് വിളി. അത് തന്നെ. അല്ല വേണ്ട, അത് തന്നെ ഞാൻ ചോദിക്കുന്നത്. ഇതാ ഇവിടെ ഉണ്ട്. ഇവിടെ കിടക്കണ്ട, വീട്ടിൽ പോയി കിടക്ക. എഴുന്നേൽക്കേ. അയ്യോ, എന്ത് പറ്റി? അമ്മേ, അമ്മേ, അമ്മേ. ആറ്റിനക്കരയുന്ന ആരിക്കര വന്നാലും അവന്റെയൊക്കെ കാലെഴുതി പിടിക്കണം എന്ന് വെച്ചാൽ നാട്ടുകാരെല്ലാം നമ്മളെ ശത്രുക്കളായല്ലേ സാഹിബ്. നാട്ടുകാർ മുത്തനെതിരായിട്ട് തിരിയൂ, അങ്ങനെ അവനെ ഒറ്റപ്പെടണം. അതത്ര എളുപ്പമാണെന്ന് തോന്നുന്നില്ല. അത് ശരിയാ. ഇന്ന് മുതൽ അവന്മാരുടെ ഒറ്റ കരപ്പെട്ടി നമ്മൾ വാങ്ങരുത്, വേറത്തിനെ കൊണ്ട് വാങ്ങാൻ ഒട്ട് അനുവദിക്കുകയും ചെയ്യരുത്. അങ്ങനെ ആവുമ്പോൾ മുത്തൻ ഒറ്റപ്പെടും. ഒന്ന് വേഗം കയറുന്നതാ, വിളിച്ചിട്ട് കല്യാണത്തിന് പോകേണ്ടതാ. ഒരു ചൂടില്ല, ഉത്സാഹം. എടാ ചാത്ത, ഇങ്ങനെ കൊട്ടാൻ പോയാൽ വല്ലതും കിട്ടൂ. പട്ടിണി ഇല്ലാതെ പോകാം. ഇവന്മാർ രണ്ടിനെയും പട്ടണത്തിൽ വീട്ടുവേലയ്ക്ക് അയച്ചാൽ മാസം 10-60 രൂപ കിട്ടും. 3 നേരം വയറ് നിറയെ ശാപ്പാടും. എന്താ ഇവിടുന്നോ? അയ്യോ, വല്ലവന്റെയും കഴിക്കലും കഴിയാനൊന്നും എന്റെ മക്കളെ ഞാൻ അയക്കൂല. എന്തിനാണ് തല്ലിയിട്ടെന്നറിയാമോ? അറിയില്ല. നീ എന്തിന്റെ ജാതിക്കാരന്റെ മുത്തനെ എങ്ങനെ തന്നെ അവന്റെ കാലൊടിക്കണം, എന്നിട്ട് തൂക്കിയെടുത്ത് ആത്മഹത്യ. തൂക്കിയെടുത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കേണ്ട കാര്യം ഞങ്ങൾ. അവൻ ഈ നാട്ടിലോടത്തോളം കാലം നീ ഒന്ന് ഈ പ്രദേശത്ത് കാലുകുത്തി പോകരുത്. യശോണി, എന്താ ഇതിന്റെ സർക്കാർ ഉദ്യോഗം? ഒന്നും ആയില്ലേ? ഇല്ല, ഇതുവരെ ഒന്നും ആയില്ല. തങ്കമ്മയോ? എന്താ തന്നെ തങ്കമ്മ, എന്ത് പറ്റി? അവരെന്നെ നീ വീട്ടിൽ ചെന്നിരിക്കുക, ഞങ്ങൾ വന്നേക്കാം.
അവന്മാർ ചന്തയെ കാണും. ഇനി ആ സാഹിബിന്റെ ചന്ത വെച്ചോണ്ടിരിക്കരുത്. ഞാനും വരുന്നു. തങ്ങമ്മ പോയിക്കോ. ചിലപ്പാ നീ കടന്നു നോക്കിക്കോ. ശരി.